അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 6ാം ക്ലാസ്സിലെ താരീഖുൽ ഇസ്ലാമിലെ 6ാമത്തെ പാഠം റബ്ബിൻസുർനി എന്ന പാഠം ഇൻഷാ അല്ലാഹ് നമുക്ക് തദ്രീബാത്ത് നോക്കാം. ഒന്നാമത്തെ നുജീബ് ഉത്തരം എഴുതാൻ, നുജീബു ബി കലിമത്തിൻ വാഹിദ ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതാനാണ്. ഒന്ന്, ഇസ്മായിൽ എന്ന മകൻ ജനിക്കുമ്പോൾ ഇസ്മായിൽ എന്ന മകൻ ജനിക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ വയസ്സ് എത്ര? ആൻസർ 99. 2, ഇസ്മായിൽ നബി അലൈഹി സ്വലാം ജനിച്ച് എത്ര വർഷത്തിന് ശേഷമാണ് ഇസ്ഹാഖ് നബി അലൈഹി സ്വലാം ജനിച്ചത്? ആൻസർ 14. 3, ഇസ്മായിൽ നബി അലൈഹി സ്വലാം അറബി പഠിച്ചു ആരിൽ നിന്ന്? ആൻസർ ജുർഹും ഗോത്രക്കാരിൽ നിന്ന്. 4, വഫാത്താകുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ വയസ്സ് എത്ര? ആൻസർ 175. 5, ഇബ്രാഹിം നബി അലൈഹി സ്വലാം എവിടെയാണ് മറമാടപ്പെട്ടത്? ആൻസർ ഫലസ്തീനിലെ ഹബ്രൂനിൽ. ഇനി രണ്ടാമത്തെ നുക്കമ്മിൽ വിട്ട ഭാഗം പൂരിപ്പിക്കാനുള്ളതാണ്. 1, ലൂത്ത് നബി അലൈഹി സ്വലാമിനെ അല്ലാഹു തആല അൽ മുഅ്തഫിഖാത്തിലെ ഡാഷിൽ നബിയും റസൂലുമായി നിയോഗിച്ചു. എവിടെ? സദൂമിൽ നബിയും റസൂലുമായി നിയോഗിച്ചു. 2, അല്ലാഹു തആലയുടെ ശിക്ഷ കൊണ്ടുവരാൻ സദൂം നിവാസികൾ ഡാഷ് നബി അലൈഹിസ്സലാമിനെ വെല്ലുവിളിച്ചു. ഏത് നബിയെ? ലൂത്ത് നബി അലൈഹിസ്സലാമിനെ വെല്ലുവിളിച്ചു. 3, മകനെ ഡാഷ് അല്ലാഹു തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് കൽപ്പിച്ചു. മകനെ ബലി നൽകാൻ അല്ലാഹു തആല ഇബ്രാഹിം നബിയോട് കൽപ്പിച്ചു. 4, റബ്ബനാ തഖബ്ബൽ മിന്നാ ഡാഷ് അൽ അലീം റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. മൂന്നാമത്തേത് നുജീബ് ഉത്തരം എഴുതാനാണ്. 1, സബ്ദൂൻ നിവാസികളുടെ സ്വഭാവങ്ങൾ എന്തെല്ലാമായിരുന്നു? ആൻസർ കവർച്ചയും അക്രമങ്ങളും സ്വർഗരതിയും. അടുത്തത് സ്വർഗരതി. രണ്ടാമത്തേത് സദൂം നിവാസികളെ അല്ലാഹു തആല നശിപ്പിച്ചത് എങ്ങനെ? ആൻസർ അല്ലാഹു അവരുടെ നാട് കീഴ്മേൽ മറിച്ചിട്ടു, അങ്ങനെ നശിപ്പിച്ചത്. 3, നാട് വിട്ടുപോയ അവിശ്വാസികളുടെ അവസ്ഥ എന്തായി? ആൻസർ നാട് വിട്ടവരെ ചുട്ട ഇഷ്ടികക്കല്ല് വർഷിച്ച് നശിപ്പിച്ചു. 4, അല്ലാഹു തആല കീഴ്മേൽ മറിച്ച സദൂം ഇപ്പോൾ എവിടെയാണ്? ആൻസർ ചാവുകടലിൻ്റെ വടക്കേ മൂലയിൽ വെള്ളത്തിനടിയിൽ. ഇനി അടുത്ത് തഖ്സീസാണ്. സംസം എന്ന വിഷയത്തിൽ പ്രസംഗം തയ്യാറാക്കുക. ചുരുങ്ങിയ രൂപത്തിലുള്ളൊരു പ്രസംഗം നമുക്ക് വായിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദരണീയരായ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, സഹപാഠി സുഹൃത്തുക്കളെ, സംസം എന്ന വിഷയത്തെ ആസ്പദമാക്കി 1-2 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ഇവിടെ എഴുന്നേറ്റ് നിന്നത്. നാഥൻ തൗഫീഖ് നൽകട്ടെ, ആമീൻ. അള്ളാഹു ഭൂമിയിൽ നിശ്ചയിച്ച വെള്ളത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം സംസം വെള്ളമാണ്. മുസ്ലിങ്ങൾ ഏറ്റവും പരിശുദ്ധമായി കാണുകയും അവർക്കിടയിൽ ഏറ്റവും വിലപിടിപ്പുള്ള വെള്ളമായി അവർ സൂക്ഷിക്കുകയും ചെയ്യുന്ന വെള്ളം കൂടിയാണ് സംസം. മുസ്ലിങ്ങളുടെ ഖിബിലയായ കഅബയിൽ നിന്ന് 33 മുഴം അകലെയാണ് സംസം കിണർ നിലകൊള്ളുന്നത്. ഇസ്മായിൽ നബി അലൈഹിസ്സലാം മുലകുടിക്കുന്ന പ്രായത്തിൽ അദ്ദേഹത്തിന് മാതാവ് ഹാജർ ബീവി റളിയല്ലാഹു അൻഹക്കും അള്ളാഹു തുറന്നു കൊടുത്ത വെള്ളമാണ് സംസം. അനേകം ശ്രേഷ്ഠതകൾ സംസമിനുള്ളതായി ഹദീസുകളിൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സംസം എന്തുദ്ദേശത്തോടു കൂടി കുടിക്കുന്നുവോ അതിനുള്ളതാണ്. രോഗശമനത്തിനായി കുടിച്ചാൽ അള്ളാഹു ശിഫ നൽകും. ദാഹശമനം കരുതി കുടിച്ചാൽ അള്ളാഹു ദാഹം ശമിപ്പിക്കും. വിശപ്പ് തീരാൻ ഉദ്ദേശിച്ച് കുടിച്ചാൽ അള്ളാഹു വിശപ്പ് തീർക്കും. ഇങ്ങനെ ഒരുപാട് ശ്രേഷ്ഠതകളും പവിത്രതകളും അടങ്ങിയ വെള്ളമാണ് സംസം വെള്ളം. ആ സംസം വെള്ളം നിലനിൽക്കുന്ന ഭൂമിയിലെത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്ത് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. അടുത്തത്, അതിൽ രണ്ടാമത്തത് സഹനശീലനായ ഇസ്മായിൽ എന്ന വിഷയത്തിൽ ലേഖനം തയ്യാറാക്കുക. അതിനുമുമ്പ് മൂന്നാമത്തത് ഇസ്മായിൽ നബി അലൈഹിസ്സലാം ബലിയർപ്പണവും എന്ന വിഷയത്തിലുള്ള മാപ്പിളപ്പാട്ടുകൾ എന്ത് ചെയ്യാനാണ്? ശേഖരിച്ചുകൊണ്ട് ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ്. ഓക്കെ, അത് ക്ലാസ്സിൽ ചെയ്യേണ്ട സംഗതിയാണ്, പാട്ടുകൾ ശേഖരിച്ചിട്ട്. ഇനി രണ്ടാമത്തെ നോക്കുക, സഹനശീലനായ ഇസ്മായിൽ എന്ന വിഷയത്തിൽ ലേഖനം തയ്യാറാക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. കടുത്ത പരീക്ഷണങ്ങൾ നേരിട്ട അവസ്ഥയിലും എനിക്കെൻ്റെ റബ്ബ് മതി എന്ന മന്ത്രധ്വനി ഉരുവിട്ടുകൊണ്ട് ജീവിച്ച മഹാനാണ് പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. പക്ഷേ കുട്ടികൾ ഉണ്ടായിരുന്നില്ല. വാർദ്ധക്യകാലത്താണ് ആദ്യമായി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനിക്ക് ഒരു കുട്ടി ജനിക്കുന്നത്. സഹനശീലനായ ഇസ്മായിൽ നബിയാണ് അതെന്നും ഖുർആനും സ്വഹീഹായ ഹദീസുകളും ഒരുപോലെ സാക്ഷ്യപ്പെടുത്തുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോടൊപ്പം
പ്രയത്നിക്കുന്ന പ്രായം എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ കുഞ്ഞുമോനെ, ഞാൻ നിന്നെ അറുക്കണമെന്ന് സ്വപ്നത്തിൽ കാണുന്നു. അതുകൊണ്ട് നോക്കൂ, നീ എന്താണ് അഭിപ്രായപ്പെടുന്നത്? കുട്ടി പറഞ്ഞു, പിതാവേ, കൽപ്പിക്കപ്പെട്ടതെന്തോ അത് താങ്കൾ ചെയ്തു കൊള്ളുക. അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം ക്ഷമാശീലരുടെ കൂട്ടത്തിൽ താങ്കൾ എന്നെ കണ്ടെത്തുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഇതോടെ ഈ പാഠത്തിലെ തദ്രീബാത്ത് കഴിഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ബറക്കത്ത് കൊണ്ട്, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും എല്ലാ ചെറുതും വലുതുമായ ദോഷങ്ങൾ അള്ളാഹു തആല പുറത്തു വരട്ടെ. ജീവിതത്തിലുടനീളം ഖൈറായ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.